സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് കൂത്തുപറമ്പിലെ ഒരു കൗൺസിലറിനെ പറ്റിയായിരുന്നു. ഇന്ന് വീണ്ടും ഈ പറയുന്നത് ഒരു കൗൺസിലറെ പറ്റിയാണ്. ഇന്നലെ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറാണെങ്കിൽ ഇന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നെയ്യാറ്റിൻകരയുള്ള ഒരു കൗൺസിലറെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് ഫ്രാങ്ക്ലിനോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ജോസ് ഫ്രാങ്ക്ലിൻ. അദ്ദേഹം കാരണം ഒരു പാവപ്പെട്ട വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. ഒരു ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു ആത്മഹത്യയാണെങ്കിൽ അവർക്ക് എന്തെല്ലാം വിഷമം ഉണ്ടായി കാണും എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം ആത്മഹത്യയായിട്ട് ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ചു. ഇയാൾ കാരണമാണ് ആത്മഹത്യ ചെയ്തത്. അത് ഇയാൾക്ക് സ്വർണ്ണമൊന്നുമല്ല വേണ്ടത്, ഇയാൾക്ക് മറ്റു പലതും. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇയാൾ അത്രയ്ക്ക് അവരുടെ ഇയാളുടെ ശല്യം അവർക്ക് സഹിക്കാൻ വയ്യാതെ കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ രാഷ്ട്രീയ രംഗം ഇത്രയും അധപ്പതിച്ചു പോയി. പണ്ടൊക്കെ ആയിരുന്നില്ല നമ്മൾ രാഷ്ട്രീയത്തിൽ നാട്ടിലെ പ്രമാണിമാരെന്ന് വെച്ചാൽ റിട്ടയർ അധ്യാപകർ, അല്ലെങ്കിൽ വക്കീലന്മാർ, അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാനം എന്ന് പറഞ്ഞാൽ അവർക്കന്ന് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സമൂഹം അറിയുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാരായിരുന്നു അധികാരങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഞാൻ പറയുന്നത് തെറ്റാണ്. ഏത് ചെറ്റയ്ക്കെന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയുന്നില്ല. ഏത് തരം താണവനും ഈ അധികാരത്തിൽ വരാം എന്നുള്ള ഒരു സാഹചര്യമായി ഇപ്പോഴുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതിനൊരു തടയിടണം. ഇങ്ങനെയുള്ളവരെ ഒന്നും ഒരു പാർട്ടിക്കാരും ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കരുത് എന്ന് ഞാൻ വിനീതമായി എല്ലാ പാർട്ടികളോടും അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.